ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ജ്യൂസ് പരിചയപ്പെടാം. ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് മാങ്ങയാണ്. അത് വെച്ചിട്ടൊരു ജ്യൂസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കതിന് വേണ്ടത് പഴുത്ത മാങ്ങ വേണം. ഞാനത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാല്, പിന്നെ വേണ്ടത് ഐസ്, പിന്നെ വേണ്ടത് ഇതാണ് ഈ പൗഡറാണ്. അത് പൗഡർ എന്ന് പറയുന്നത് ഒരു കാഷ്യൂനട്ട്, ഒരു 10 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 പിസ്ത, അതേപോലെ തന്നെ 10 ബദാം, അത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സി, ആവശ്യത്തിന് മാത്രമാണ്. ഐസ് വേണ്ടവർക്ക് ഐസ് യൂസ് ചെയ്യാം. ഞാനിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ എല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുന്നുണ്ട്. അത് ഞാൻ ചെറിയ ചെറിയ പീസൊക്കെ, കാരണം മിക്സിക്കകത്തിട്ടൊന്ന് പെട്ടെന്നൊന്ന് ബ്ലെൻഡായി കിട്ടാനായിട്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ എടുത്ത് വെച്ചേക്കുന്ന പാല്, ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്ത്, ഞാൻ ഒരു 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന മിക്സ്, അതായത് പിസ്ത, ബദാം, കാഷ്യൂനട്ട്, ഇത്രയും പൊടിച്ച് വെച്ചേക്കുന്ന മിക്സാണത്. അതുകൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിലിട്ട് അടിക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലോണം ജ്യൂസ് പരുവത്തിനാക്കി എടുക്കണം. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് ഇച്ചിരി ലൂസായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. ഭയങ്കര തിക്കായിട്ട് കുടിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ആവശ്യം നമ്മുടെ ഇഷ്ടമാണ്. അത് ജ്യൂസ് എങ്ങനെ കുടിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇപ്പം പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് ഇച്ചിരി കൂടെ പാലൊഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പം അന്നേരം ഞാനിപ്പം മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം ഭയങ്കര അത് തിക്കാണ്. അപ്പം ഞാൻ ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചിട്ടാണ് ഞാനത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത്, കാരണം ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച 3 ഗ്ലാസ് പാൽ ഞാനത് ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഞാനിത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി സത്യത്തിൽ. ഇനിയിപ്പോൾ ഇത് ഗ്ലാസ്സിലൊഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഐസ് ഇട്ട് കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുടിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവന്മാരെയും കൊണ്ട് കുടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിനുക്ക് പണികളൊക്കെ ചെയ്യണം. പിന്നെ ഇവന്മാരാരും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കത്തില്ല. അവന്മാരെ കഴിപ്പിക്കാനും ഒക്കെ ഉള്ള പരിപാടിക്കാണ് ഞാൻ ഈ ഒരു രീതിയിൽ ജ്യൂസായിട്ട് അടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ബദാമും കാഷ്യൂ നട്ട്സും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അവന്മാർ അറിയത്തുമില്ല അങ്ങനെ ഒരു സാധനം അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. ഞാൻ മിക്സിക്കകത്ത് അടിച്ചത് നല്ല ജ്യൂസ് പരുവത്തിനായിട്ടുണ്ടത്. ഞാൻ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു. ഇതിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാം. നമ്മൾ കുടിക്കേണ്ടവർക്ക് നമുക്ക് ഐസ് ഇട്ട് വേണമെങ്കിൽ കുടിക്കാം. കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് അധികം കൊടുക്കണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇതാണ് നമ്മുടെ ജ്യൂസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.